പ്രേക്ഷകർക്ക് നമസ്കാരം. മുസ്ലിം ലീഗിന്റെ വക്താവ് എന്ത് തേങ്ങയാണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഇപ്പോൾ പുതുതായി അധികാരമേറ്റിട്ടുള്ള ശ്രീ വി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ ജില്ലകളും താലൂക്കുകളും പുനഃക്രമീകരിക്കാൻ വേണ്ടി കമ്മീഷൻ വെക്കാൻ തീരുമാനിച്ചു എന്നതാണ് വാർത്ത. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ചാണക സംഖ്യകൾ പറയുന്നത് പോലെയല്ല. അതിനൊക്കെ മറുപടി പറഞ്ഞാൽ കുറച്ച് അധികമാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാ, കേന്ദ്ര ഭരണപ്രദേശമാക്കാനൊക്കെ അപ്പോൾ നമുക്ക് കാണാം. അത് മാറ്റിവെക്ക് ചർച്ച. അത് ഇവിടെ യഥാർത്ഥത്തിൽ അത് പറയേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ. നിങ്ങൾ കേട്ടില്ലേ, കഴിഞ്ഞ രാത്രിയിൽ ന്യൂസ് 18 ചാനലിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, ഞങ്ങൾ കാട്ടിത്തരാമെന്നൊക്കെ പറയുന്ന ജനാധിപത്യ ബോധ്യത്തെക്കുറിച്ചൊന്നും നമ്മൾ അധികം ചർച്ച ചെയ്യുന്നില്ല. മറ്റൊന്ന്, മുസ്ലിം ലീഗിന്റെ വക്താവാണ് ഈ വിളിച്ചു പറയുന്നത്. ഈ മുസ്ലിം ലീഗില് നിലവാരമുള്ള ആരുമില്ലേ? ചാണകം എന്നൊക്കെയാണോ ഒരു BJP വക്താവിനെ പ്രമുഖ മാധ്യമത്തിലിരുന്ന് വിളിക്കുന്നത്? അത് ശരിയാണോ? ലീഗിന്റെ നിലവാരമില്ലായ്മയല്ലേ ഇത് കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്നത്? BJP നേതാവ് മൂരികൾ എന്ന് തിരിച്ചു വിളിച്ചാൽ എന്തായിരിക്കും മുസ്ലിം ലീഗിന്റെ വക്താവിന്റെ അവസ്ഥ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അവസ്ഥ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അവസ്ഥ? മൂരികൾ എന്നങ്ങ് അഭിസംബോധന ചെയ്യാൻ BJP-ക്കാർ തുനിഞ്ഞിറങ്ങിയാൽ കിടന്ന് ഓടാനെയും ലീഗിന് സ്ഥലം ഉണ്ടാവും രാജ്യത്ത്. അതല്ലേ അവസ്ഥ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഇട്ടാവട്ടത്തുള്ള ഒരു പാർട്ടിയല്ലേ. നിങ്ങൾ ഇത് ചാണകം എന്നൊക്കെ BJP-യെ പരസ്യമായിട്ട് വിളിച്ചാൽ അവർ തിരിച്ചൊന്ന് ആഞ്ഞു ഊതിയാൽ ഒലിച്ചങ്ങ് പോവാൻ മാത്രമല്ലേ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പോലുള്ളൂ. ഇത് മലയാളികൾ ചിന്തിക്കേണ്ടത്. ഒരു വക്താവ് കവലകളിൽ ഇരുന്നിട്ട് തെരുവ് ഗുണ്ടകളെ പോലെ രാഷ്ട്രീയ അടിമകള് ചാണകം എന്നൊക്കെ പലതും വിളിച്ചു പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അത് നമ്മളൊന്നും മുഖവിലക്കെടുക്കൂല. പക്ഷെ ഒരു പ്രമുഖ ചാനലിൽ വന്നിരുന്ന് ചാണകം എന്നൊക്കെ വിളിച്ചു പറയുന്നത് അതൊക്കെ എത്ര നെറുകേടാണ്. ഇതൊക്കെ ലീഗ് നേതാക്കന്മാർക്ക് വിവരമില്ല. ഇജാതി ആളുകളെയാണോ ചർച്ചക്ക് പറഞ്ഞയക്കുന്നത്? ഇനി മറ്റൊരു വിഷയം, ഇതേ ലീഗ് വക്താവ് പറഞ്ഞത് സകല മലയാളികളും കേട്ടില്ലേ. എന്താ പറയുന്നത്? പുനർക്രമീകരണം, അതായത് ജില്ലകള്, താലൂക്കുകൾ VD സതീശൻ സർക്കാർ പുനർക്രമീകരണം നടത്തുന്നു. ഇതൊക്കെ ഏത് ജില്ല അധികം ഉണ്ടാക്കാനാണ് എന്നുള്ളതൊക്കെ സകല വിവേകമുള്ള മലയാളികൾക്കും അറിയാവുന്നതല്ലേ. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞ്, മലപ്പുറം ജില്ല 1, 2, 3 ആക്കണം എന്നൊക്കെ പറഞ്ഞ് എത്ര സംഘടനകള് നമ്മുടെ കേരളത്തിൽ ഉടനീളം നിരന്തരം രംഗത്തെത്തിയിട്ടുണ്ട്. സാമുദായിക നേതാക്കന്മാര് പരസ്യമായിട്ട് ഇത് പ്രഖ്യാപിച്ചതല്ലേ. ഇതൊക്കെ തന്നെ നടത്തിത്തരാമെന്ന് പറഞ്ഞിട്ടു അല്ലേ മുസ്ലിം ലീഗ് ഇപ്പൊ സതീശനെ മുഖ്യമന്ത്രിയാക്കിയതോ? ഇതൊക്കെ മലയാളികൾക്കറിയാം. നിങ്ങൾ പ്രത്യേകിച്ച് വളഞ്ഞങ്ങ് മൂക്ക് പിടിക്കേണ്ട. മലയാളികൾ പൊട്ടന്മാരൊന്നുമല്ല, മലയാളികൾ നല്ല വിവേകമുള്ള ജനത തന്നെയാ. സതീശൻ സർക്കാർ ഇപ്പൊ കൊണ്ടുവരുന്നത് ജില്ല ക്രമീകരണം, താലൂക്ക് ക്രമീകരണം. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് സകല മലയാളികൾക്കും, ബോധമുള്ള സകല മലയാളികൾക്കും അറിയാവുന്നതാണ്. ഇനി പുനർക്രമീകരണം നടത്തുന്നതിന് ലീഗ് വക്താവ് ഉൾപ്പെടെ, കോൺഗ്രസ് ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ എന്താണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്? ജനസംഖ്യ അധികമാണ്. വയനാട്ടിൽ ഇപ്പോൾ കുറച്ച് ജനസംഖ്യയാണെങ്കിൽ വയനാട് ജില്ലക്കും മലപ്പുറം ജില്ലക്കും ഒരേപോലെ എന്തെങ്കിലും ഒരു പദ്ധതി കൊടുത്താൽ, ജനസംഖ്യ വെച്ച് നോക്കുമ്പോ മലപ്പുറത്ത് അധികം ഉണ്ടാവുമ്പോ അത് ശരിയാണോ? ന്യായമായ ചോദ്യ, ഇതിലൊരു തെറ്റില്ല. ഇത് ന്യായമായ ചോദ്യം തന്നെ. വയനാട്ടിൽ കുറച്ചാളുകളും മലപ്പുറത്ത് കൂടുതൽ ആളുകളും ഉണ്ടെങ്കിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോ തീർച്ചയായിട്ടും വയനാടിനാണ് കൂടുതൽ ഗുണമുണ്ടാകുക. ഇത് ശരിയല്ലേ? ഇത് ശരിയാണെങ്കിൽ എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, കേന്ദ്ര സർക്കാരും ഇത് തന്നെയല്ലേ പറയുന്നത്? അപ്പൊ എന്തിനെയാണ് മുസ്ലിം ലീഗും കോൺഗ്രസ് ഒക്കെ എതിർക്കുന്നത്? കേന്ദ്ര സർക്കാർ 543 ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 815 + 35 850 സീറ്റിലേക്ക് രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്നു. അതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ തുടങ്ങിയതോടുകൂടി എന്തിനാ നമ്മുടെ കേരളത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഉറഞ്ഞു തുള്ളിയത്? ഇവരെന്താണ് പ്രധാനമായിട്ടും പറഞ്ഞത്? ഉത്തർപ്രദേശിൽ എണ്ണം കൂടുമോ? ഉത്തർപ്രദേശിൽ എണ്ണം കൂടിയാൽ കാലാകാലവും BJP അധികാരത്തിൽ തുടരുമോ എന്നൊക്കെയല്ലായിരുന്നോ നിലവിളിച്ചത്? നമ്മുടെ കേരളത്തിൽ നിന്ന് ഉടനീളം അതല്ലായിരുന്നോ നിരന്തരം വിളിച്ചു പറഞ്ഞത്?
അപ്പൊ ഈ പറയുന്ന ജനസംഖ്യാ പ്രശ്നമല്ലേ? ഉത്തർപ്രദേശിലൊക്കെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ലോക്സഭാ മണ്ഡല പുനർക്രമീകരണമൊക്കെ നടത്തിയിട്ട് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു? മലയാളികൾ ചിന്തിക്കേണ്ടതാ. ഒരുപാട് കഴിഞ്ഞില്ലേ? ഇനി ഒരു മാറ്റം വരണ്ടേ? ഒരു ഘട്ടം വരുമ്പോ ലോകത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും നടക്കാറുള്ളതല്ലേ? ഇത് മലപ്പുറം മാത്രം അങ്ങ് വിഭജിച്ച് ജില്ലയാക്കിയാൽ മതിയോ? പോരാ. രാജ്യത്തുടനീളം ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അതിനെ മുസ്ലിം ലീഗിന് പിന്തുണയ്ക്കാൻ തന്റെ ഇടമുണ്ടോ, ധൈര്യമുണ്ടോ? കോൺഗ്രസിന് അതിനെ പിന്തുണയ്ക്കാൻ ധൈര്യമുണ്ടോ, തന്റെ ഇടമുണ്ടോ? ബോധമുള്ള ഓരോ മലയാളിയുടെയും ചോദ്യ. കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ഓരോ മണ്ഡലങ്ങളിലും ഒരു MP എത്തിപ്പെടാൻ വലിയ പ്രശ്നങ്ങളുണ്ട്. 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെയാണ് മണ്ഡലങ്ങളിലെ എണ്ണം. ഇത് പകുതിയാക്കിയിട്ട് മാറ്റണ്ടേ? അപ്പോ കേരളത്തിൽ 20 ഉള്ളത് 30 ആവും എന്ന് പറയുന്നത് പോലെ ഉത്തർപ്രദേശില് പറയുന്നതും ഇരട്ടിയോ അതിലധികമോ ആവണ്ടേ? അങ്ങനെ ആവുമ്പോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് മുസ്ലിം ലീഗും കോൺഗ്രസും എങ്കിലൊക്കെ ഇവരാദ്യം ഈ മലപ്പുറം വിഭജിക്കലും മലപ്പുറത്ത് അങ്ങ് ഉണ്ടാക്കലൊക്കെ നിർത്തിവെക്ക. എന്നിട്ട് ലോക്സഭ, അതായത് രാജ്യത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞ ആ ലോക്സഭാ മണ്ഡല പുനർക്രമീകരണത്തെ പിന്തുണച്ചിട്ട് ഞങ്ങൾ അതിനെ പിന്തുണച്ചു, ഇനി ഞങ്ങളുടെ ആവശ്യം കൂടി നടത്തി തരൂ എന്ന് പറയുമ്പോൾ അതിലൊക്കെ ഒരു മാന്യതല്ലേ? 1, 2, 3 ജില്ല അങ്ങ് വിഭജിക്കാതെ നിങ്ങൾ ഈ പറയുന്ന 543 850 എത്താനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങൂ. നിങ്ങളങ്ങ് കൈയടിക്കൂ. കോൺഗ്രസ് എതിർത്ത് നിന്നത് കൊണ്ടാണല്ലോ ഇപ്പോ ഈ ഒരു സംവിധാനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മലപ്പുറം കൂട്ടുകയും അവിടെയുള്ള നേതാക്കന്മാരെ അങ്ങ് സുഖിപ്പിച്ച് പോക്കറ്റിൽ വെക്കലും അല്ലേ സതീശൻ സർക്കാരിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ ലക്ഷ്യം? മുസ്ലിം ലീഗിൽ ഇപ്പൊ 1, 2, 3 ജില്ല മലപ്പുറത്ത് അങ്ങ് അധികരിച്ചാൽ 2, 3 ജില്ലകൾ കൂടി സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കൂ. കേന്ദ്ര സർക്കാർ ന്യായമായിട്ടോ ഒരു മണ്ഡലത്തിൽ ഒരു ഒരു പരിധിയില്ല എണ്ണത്തിന്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോ അതെന്താണ് എതിർക്കുന്നത്? അപ്പൊ മുസ്ലിം ലീഗിന്റെ എണ്ണം മാത്രം കൂടിയത് ജനങ്ങളുടെ കാര്യങ്ങളോട് ഒരു താല്പര്യമില്ല എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ തിരിച്ചറിയേണ്ടത്? മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പ് സകല മലയാളികൾ തിരിച്ചറിയണം. ഒരേ ആവശ്യത്തിന് പോലും ഇവർക്ക് മലപ്പുറവും കേരളത്തിൽ 1, 2 സീറ്റ് അധികമായാൽ മതി, ഒരു പ്രശ്നവുമില്ല. 2 ജില്ല ഒന്ന് അധികരിപ്പിക്കണം. കുറച്ചായല്ലോ പടി കൂടി തുടങ്ങുന്നത്. സതീശൻ സർക്കാർ സതീശനെയൊക്കെ മുഖ്യമന്ത്രിയാക്കിയത് ഈ ഡീലിലൊക്കെ തന്നെയായിരിക്കും. തർക്കമില്ലാത്ത വിഷയ ഒക്കെ പോട്ടത് എന്തെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ മലപ്പുറം 1, 2, 3 ഒക്കെ ആയിക്കോളും. ആ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചിട്ട് 543 ഉള്ളത് 850 എത്തുന്നതിന് ഒന്ന് കൈയടിക്കൂ. ഏതാ നിങ്ങൾ ഈ പറയുന്ന മലപ്പുറത്തേക്ക് നമുക്ക് 1, 2 ആക്കാമെന്നേ.